ഹായ് ഗൈസ്, വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയല്ല നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എസ്പെഷ്യലി മുണ്ടക്കൈ എന്ന നമ്മുടെ വയനാട്ടിലെ പ്രദേശത്ത് നടന്ന സംഭവം നമുക്ക് വളരെ ദുഃഖകരമാക്കുന്ന അവസ്ഥകളിലാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. അവരുടെ ആ ഒരു പുനരധിവാസവും ഇനിയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഒത്തുചേർന്ന് പ്രയത്നിച്ച് അതിൻ്റേതായ രീതിയിൽ അതിനെ കുട്ടികൾക്കായാലും എല്ലാവർക്കും അതിൻ്റേതായ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തി എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഇനി അങ്ങോട്ടുള്ള എല്ലാ കൊല്ലവും ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പ്രയത്നം നമുക്കിനി ആവശ്യകതയായിട്ട് വരുന്നുണ്ട്. സോ നല്ലൊരു മാനേജ്മെൻറ്റിനെ കൊണ്ടുവരാൻ സാധിക്കട്ടെ, നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മുല്ലപ്പെരിയാർ എന്ന ഡാമിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ കൺമുന്നിൽ കണ്ടുപോകുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ഡിസാസ്റ്ററിനെയും നമ്മൾ പരമാവധി വേഗത്തിൽ സോൾവ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ ഡിലേ വരുത്താണ്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു ആൻഡ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കയ്യിൽ കൺട്രോളുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇടപെടാൻ സാധിക്കുള്ളൂ. മുല്ലപ്പെരിയാർ നമ്മുടെ കൈകൾ നമ്മുടെ കൺട്രോളിലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആക്ട് ചെയ്യുക, സോ ദാറ്റ് വി വോണ്ട് റിഗ്രറ്റ് ലേറ്റർ. അപ്പോൾ പറഞ്ഞ പോലെ ട്രാപ്പ് മൂവി നമ്മുടെ എം നൈറ്റ് ശ്യാമളൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഹൊറർ മിസ്റ്ററി മൂവിയാണ്. ഈ മൂവി ട്രെയിലർ എന്ത് ഓഫർ ചെയ്തോ അത് തന്നെയാണ് സിനിമ. എന്നെ സംബന്ധിച്ച് ഫോർ ഇൻ പേഴ്സൺ ഐ റിയലി ലൈക്ക് ഇറ്റ്. ബിക്കോസ് എന്താണ് ആ സിനിമ ട്രെയിലറിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ സിനിമയിലെ കുറേ എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസസ് ദാറ്റ് ഇറ്റ് സെൽഫ് ആ സിനിമയ്ക്ക് ഒരു വേറെ ലെവല് ഫീലിംഗ് തന്നിട്ടുണ്ട്. ഈ മൂവിയുടെ സിനിമാറ്റോഗ്രഫി, ഡയറക്ഷൻ, പെർഫോമൻസസ് ഇതൊക്കെ എല്ലാം അതിൻ്റേതായ രീതിയിൽ കറക്റ്റായിട്ട് തന്നെ പെർഫോമൻസ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സലേഖ എന്ന ആക്ട്രസ്, ആ ആക്ട്രസിൻ്റെ കണ്ണുകളിൽ തന്നെ നമുക്കെല്ലാം മനസ്സിലാവും. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ നമുക്ക് കൂടി അത് ഈസിലി കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുണ്ട്. സോ എനിക്ക് ഈ സിനിമയിലെ ആക്ടേഴ്സ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ, കാസ്റ്റിംഗ് ഈസ് വെരി ഗുഡ്. ജോഷ് ഹാർനറ്റാണ് ഈ സിനിമയുടെ മെയിൻ നടൻ. നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ സിറ്റുവേഷൻസിലൊക്കെ ആൾ ആക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും നമുക്ക് എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും ഒരു ഇന്നൊരാൾ ചിന്തിക്കുക എന്നുകൂടി നമുക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആയി. ആൻഡ് അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ കുറച്ച് 2-3 സീൻസ് എനിക്ക് തീരെ കണക്റ്റ് ആയിട്ടില്ല. കാരണം അത്ര നേരം ഒരു റിയലിസ്റ്റിക് വേ ഓഫ് മോഡൽ വന്ന പടം, പിന്നെ പെട്ടെന്ന് 2 സീൻസിൽ എന്തുകൊണ്ട് അതങ്ങനെ കാണിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രം എനിക്കുള്ളൂ. അവസാനമായാലും എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ പോയിട്ടുള്ളത്. ശ്യാമളൻ്റെ ഫിലിമോഗ്രഫി, എല്ലാ സിനിമകളും, ഈച്ച് ആൻഡ് എവറി മൂവി, ഫസ്റ്റ് മൂവി ഇറ്റ് സെൽഫ്, സിക്സ്ത് സെൻസ് ആണ് ഞാൻ സിനിമ ആദ്യം കണ്ടത്, പിന്നെ അൺബ്രേക്കബിൾ ആൻഡ് സ്പ്ലിറ്റ്. സോ ഈ സിനിമകളിലൊക്കെ നമുക്ക് എന്താ പറയാന്ന് എല്ലാം ശരിക്കും ഞെട്ടിയ സിനിമകളാണ്. കാരണം ഈ സിനിമകളിലൊക്കെ മെയിനായിട്ട് ഈ ഡയറക്ടറിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എല്ലാ സൂപ്പർ നാച്ചുറൽ ഇൻസിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ ഉണ്ടാകുന്നത് ആൾ വളരെ കൺവിൻസിങ് ആയിട്ട് ഷൂട്ട് ചെയ്ത് വയ്ക്കും. ദാറ്റ് ഈസ് ദ മോസ്റ്റ് അട്രാക്റ്റിംഗ് ഫാക്ടർ ഇൻ ദീസ് മൂവീസ്. അതായത് ട്രാപ്പിൽ അതുപോലൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതായാലും അങ്ങനെ നമുക്ക് സിനിമ എടുക്കാമല്ലേ, ഇങ്ങനെയും വരാമല്ലേ എന്ന് കൂടി ചിന്തിച്ച കുറേ നിമിഷങ്ങളും ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ക്ലൈമാക്സിനോടനുബന്ധിച്ച് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ട്വിസ്റ്റായിട്ട് കാണിക്കുന്നതാണെങ്കിലും ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമായിരുന്നു. ആൻഡ് സോ ഓവറോൾ ദിസ് മൂവി ഈസ് എ വെരി ഗുഡ് മൂവി ഫോർ മീ. ഒരു നോർമൽ ഗ്രാഫിലൂടെ പോണ മൂവിയാണിത്. വളരെ സ്മൂത്ത് ഫേസിൽ പോകുന്ന പടമാണ്. അപ്പോൾ അത് പ്രതീക്ഷിച്ച് പോയാൽ മതി. ഡോണ്ട് എക്സ്പെക്ട് ലൈക്ക് എ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കൈൻഡ് ഓഫ് വൈബ് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ സിനിമ, അങ്ങനെയുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഈ സിനിമ തീരെ ഇഷ്ടപ്പെടില്ല. ഏകദേശം ഒരു 1.25 മണിക്കൂറുണ്ട് പടം, പക്ഷേ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇയാളുടെ മുന്നത്തെ പടങ്ങളായിട്ടുള്ള അൺബ്രേക്കബിൾ ആയാലും സ്പ്ലിറ്റ് ആയാലും പിന്നെ ഈവൻ ഓൾഡ് അതായാലും അത് വലിയ ഹിറ്റായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മൂവീസാണ്. സോ ഈ ഒരു പേര് ശ്യാമളൻ മൂവി എന്ന് കേട്ടപ്പോൾ ഞാൻ പിന്നെ വേറെ ട്രെയിലർ ഒബ്വിയസ്ലി ഞാൻ കണ്ടായിരുന്നു. അത് ബിക്കോസ് ആ സിനിമ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സിനിമയുടെ ഐഡിയ വെച്ച് ഞാൻ പോയത് തന്നെ എനിക്ക് കിട്ടി.
ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ ബൈ.